ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് അലട്ടുന്നുണ്ടോ, ഇനി ആ ഒരു പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അത് വെറുതെ ചെയ്യുമല്ല, ലോ ഓഫ് അട്രാക്ഷൻ എന്ന മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ പാക്കേജ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. ചിലർ വീഡിയോ കണ്ടു കഴിഞ്ഞ് ചെയ്തു നോക്കും, പക്ഷേ അങ്ങനല്ല. വീഡിയോയുടെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രമേ അതിൻ്റെ 100% ആയിട്ട് ആ ഒരു രീതിയിൽ ഇരുന്ന് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റൂ. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഒരു സ്റ്റോറി പറയാൻ പോകുന്നുണ്ട്, ആ സ്റ്റോറി കേൾക്കുക. ആ സ്റ്റോറി ഞാൻ പറയുന്ന സമയങ്ങളിൽ, നിങ്ങൾ ഇടവേളകൾ ഞാൻ പറയുന്ന ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾ കേൾക്കുക. കേട്ട ശേഷം നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്, വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് മുന്നിലായിട്ട് പ്രസൻറ്റ് ചെയ്യും. ആ നമ്പേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിക്കയറി വരുന്ന നമ്പേഴ്സ് ഏതാണ്, അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരിക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തൊക്കെയാണ് തരാൻ പോകുന്നത്, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുകയാണ് ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ, കൂടാതെ ഷെയർ ചെയ്തിടണേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര സ്പീഡിനാണ് സംസാരിക്കുന്നതെന്ന്. ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുകയാണ്. ഞാൻ അങ്ങനെ സ്പീഡിന് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്പീഡിൽ സംസാരിച്ച് പോകുന്നത്. മാക്സിമം സ്പീഡ് കുറച്ച് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് 3 തരത്തിലുള്ള ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ചിലർ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷേ ഫാമിലി ഹാപ്പി ആകുമ്പോൾ പക്ഷേ എന്തെങ്കിലും രീതിയിൽ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒന്നാമത്തെ ആൾക്കാർ. ഇനി രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് അമ്മായിയമ്മ, മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ. മൂന്നാമത്തത് ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷേ ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സ് വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് മനസ്സ് വഴി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിലെ പരിഹാരത്തിലേക്ക് എത്തിച്ചേർക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രശ്നങ്ങൾ പരിഹാരത്തിലാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര തുടരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളൊരു യാത്രയാണ്. ഓക്കെ, ആ ഒരു യാത്ര എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വൈബ്രേഷൻ കൂട്ടിക്കൊണ്ട് ഉള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒത്തിരി തിരക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് മാറിയിരുന്ന് വളരെ കാമായിട്ടുള്ളൊരു പ്ലേസിൽ, അതായത് ആരുമൊന്നും ഒച്ചയുണ്ടാക്കാത്ത ഒരു പ്ലേസിലേക്ക് നിങ്ങളൊന്ന് മാറിയിരിക്കുക. ഓക്കെ, നിങ്ങളിനി അങ്ങനെ മാറിയിരുന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം, ഞാൻ എന്താണോ പറയാൻ പോകുന്ന കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഞാൻ കഥയ്ക്ക് മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് 3-4 നമ്പേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ മാറാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു പ്രശ്നം, ഇപ്പോൾ നിങ്ങൾക്ക് കടമാണെങ്കിൽ ഞാൻ പറയാൻ പോവുകയാണ്. 1, കടം സാമ്പത്തിക പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്. രണ്ടാമത്തെന്ന് പറയുന്നത് ജോലി സ്ഥലം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തത് കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മൂന്നാമത്തത്. നാലാമത്തത് ഇതൊന്നുമല്ല, മറ്റ് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്തൊക്കെയോ സംതിങ്, എനിക്ക് നെഗറ്റീവ് എനർജി, എന്ത് നേടാൻ പോകുമ്പോഴും എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള എനർജീസ് വരുന്നുണ്ട്, അപ്പോൾ അതെനിക്കൊന്ന് മാറ്റണം എന്ന് ചിന്തിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. സോ ഇനി ഞാൻ പറയുന്ന കാര്യം, ഇത്രയും ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇത്രയുള്ള ആൾക്കാർ, ഞാൻ പറയുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഏകദേശം ആ പറയുന്ന നമ്പേഴ്സ് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 111 ആണ്. 111, 111, 222, 333, 444.
111, 222, 333, 444. അപ്പം ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, 111, 222, 333, 444. എല്ലാം ഡബിൾ ചെയ്ത് വരുന്നിട്ടുള്ള നമ്പേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 111, 222, 333, 444. അങ്ങനെ ഈ 4 നമ്പേഴ്സാണ് നിങ്ങൾക്ക് മുന്നിലായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നടുവൊന്ന് നിവർത്തിയിട്ട് നടുവൊന്ന് നിവർത്തിയ ശേഷം നേരെ ഒന്ന് ഇരിക്കുക. നേരെ ഒന്ന് ഇരുന്ന ശേഷം ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. രണ്ട് പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ എന്താണോ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്, കടബാധ്യത, സാമ്പത്തികം, എന്താണോ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കുക. ഓക്കെ, അവിടുത്തെ വിഷമങ്ങളല്ല ആലോചിക്കുന്നത്, അത് നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട്, ആ ഒരു കാര്യങ്ങൾ പരിഹരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി കണ്ണുകൾ അടച്ച ശേഷം ഞാൻ ഒന്നും കൂടെ നമ്പർ പറയാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കുന്നതിന് ജസ്റ്റ് ഞാൻ 1 സെക്കൻഡ് തരാം. ക്ലോസ് യുവർ ഐസസ്. 111, 222, 333, 444. ഓക്കെ, നിങ്ങൾക്കിനി കണ്ണുകൾ തുറക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും നമ്പേഴ്സ് പറഞ്ഞതിൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു നമ്പർ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. അതായത് നിങ്ങളുടെ നോട്ട്ബുക്കോ ഏതെങ്കിലും ഒരു വെള്ള പേപ്പർ ആണെങ്കിൽ ആ ഒരു വെള്ള പേപ്പർ മതി. ആ ഒരു പേപ്പറിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ചില നമ്പേഴ്സ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇരിക്കുമല്ലോ, എല്ലാ നമ്പേഴ്സ് വരികയാണെങ്കിൽ ഇത് എഗെയിൻ ഒന്ന് ചെയ്തു നോക്കാം. അല്ലാതെ ഒരു നമ്പർ മാത്രമാണ് എനിക്ക് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 222 മാത്രമാണ് എനിക്ക് മനസ്സിൽ വരുന്നതെങ്കിൽ ആ 222 ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് 222 എന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറാണോ മൈൻഡിൽ വന്നത് അതുപോലെ നിങ്ങൾ എഴുതുക. ഞാനിവിടെ 222 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നിങ്ങളിനി എഴുതിയ ശേഷം ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി നല്ല രീതിയിൽ നിങ്ങൾ കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ കണ്ണുകൾ തുറന്നിരുന്നോ കേൾക്കാവുന്നതാണ്. കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണുകൾ അടച്ചിരിക്കുക എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ സ്റ്റോറിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ 2 പ്രാവശ്യം പറയും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ പതിയുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പതിയുന്നതെന്ന് നോക്കുക. കുറച്ച് ചിലപ്പോൾ നിറങ്ങളായിരിക്കാം, ചിലപ്പോൾ പക്ഷികളുടെ പേരായിരിക്കാം, ചിലപ്പോൾ മൃഗങ്ങളുടെ പേരായിരിക്കാം. ഇതെല്ലാം എത്രത്തോളം വരുന്നു എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ കഥ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു. ഇനി ഞാൻ വേറെ ഒരു കാര്യവും ഇതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല, ഈ സ്റ്റോറി മാത്രമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാട്ടിലേക്കാണ്. ഒരു ഇരുണ്ട വലിയൊരു കാട്ടിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തോളിൽ നല്ല ഭാരമുള്ള ഒരു ബാഗുണ്ട്. ആ ഭാരമുള്ള ബാഗുമായിട്ട് നിങ്ങൾ പതിയെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒത്തിരി കല്ല്, ഒത്തിരി മുള്ളുകൾ നിറഞ്ഞ ഒരു പാതയിലൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നിങ്ങൾ കാണാത്ത കുറേ വൃക്ഷങ്ങൾ, അതിൻ്റെ ഇലകൾ പച്ച നിറമല്ല, പകരം മഞ്ഞ നിറം, നീല നിറം, അങ്ങനെയുള്ള നിറങ്ങളാണ്. മഞ്ഞ നിറമുണ്ട്, നീല നിറങ്ങളുള്ള ഇലകളാണ്. നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നു, എന്താണ് ഈ മഞ്ഞ നീല നിറം? നിങ്ങളൊന്ന് ഒരു നിമിഷം ആലോചിച്ച് ആ ഒരു മരത്തിലേക്കും ആ ഒരു ഇലകളിലേക്കും നോക്കുന്നു. ആ ഇലകളിൽ പക്ഷേ ഒരു ഫലങ്ങളുമില്ല, അതായത് കായ്കളൊന്നുമില്ല. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യാത്ര തുടരുന്നു. ഓരോ യാത്രയും ഓരോ പടവുകളും നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, തളരുകയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ആ ഒരു സ്ഥലം വരെ എത്തണം. എന്തൊക്കെയൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, തോളിൽ കിടക്കുന്ന ആ ബാഗ് ഒന്ന് താഴേക്ക് വെക്കുകയാണ്. തോളിലിരിക്കുന്ന ബാഗ് ഒന്ന് താഴേക്ക് വെച്ചിട്ട് ബാഗിൻ്റെ 2ാമത്തെ ഉറ നിങ്ങൾ തുറക്കുകയാണ്. ബാഗിൻ്റെ 2ാമത്തെ ഉറ നിങ്ങൾ തുറക്കുന്നു. ആ 2ാമത്തെ ഉറ നിങ്ങൾ തുറന്നപ്പോഴത്തേക്ക് അതിലൊരു കുപ്പിയുണ്ട്. ആ കുപ്പി നിറയെ വെള്ളമാണ്.
ആ വെള്ളം നിങ്ങൾ കുപ്പി തുറക്കുന്നു, ആ കുപ്പി നിറയുള്ള വെള്ളം നിങ്ങൾ കുടിക്കുന്നു. ആ കുപ്പി നിറയുള്ള വെള്ളം ഇപ്പോൾ പകുതി വെള്ളമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആ വെള്ളം നിങ്ങൾ കുടിച്ചിട്ട് നേരെ ആ കുപ്പി ബാഗിലേക്ക് വെക്കുന്നു, ബാഗിൻ്റെ സിബ് അടയ്ക്കുന്നു. അതിനുശേഷം നിങ്ങൾ യാത്ര തുടരുകയാണ്. യാത്ര തുടർന്ന് നിങ്ങൾ പോകുമ്പോൾ തൊട്ടടുത്ത് ഒരു കിണറാണ് കാണുന്നത്. തൊട്ടടുത്ത് നിങ്ങൾ കാണുന്നത് ഒരു കിണറാണ്. ഓക്കെ, ആ കിണറിൻ്റെ സൈഡിൽ കുറേയധികം പല നിറത്തിലുള്ള കല്ലുകൾ നിങ്ങൾ കാണുന്നു. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, കറുപ്പ്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, കറുപ്പ്, അങ്ങനെ പല നിറത്തിലുള്ള കല്ലുകൾ നിങ്ങൾ കാണുന്നു. അപ്പോൾ ആ കല്ലുകളൊക്കെ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അതൊക്കെ നിങ്ങൾ കൗതുകമായിട്ട് വീക്ഷിച്ച ശേഷം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് ഓരോ പടവുകളിലേക്ക് കയറും തോറും നിങ്ങളുടെ കാലിന് നല്ല വേദന അനുഭവപ്പെടുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തണമെന്ന്. നിങ്ങൾ ഇങ്ങനെ എത്ര വേദനയായാലും നിങ്ങൾ സഹിച്ച് ബാഗും തോളിലിട്ട് നിങ്ങളിങ്ങനെ നടന്നു പോകുന്നു. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഇരുട്ട്, ഇത്രയും നേരം നിങ്ങൾ കുറേ ഇരുട്ടുണ്ടായിരുന്നു, ആ ഒരു ഇരുട്ട് ഇങ്ങനെ പതിയെ മാറി വേറെ ഒരു പ്രകാശം അവിടെ വരികയാണ്. ആ ഒരു പ്രകാശം പച്ച നിറത്തിലുള്ള ഒരു ലൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഓപ്പോസിറ്റ് ആ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പച്ച ലൈറ്റ് നിങ്ങൾ കാണുന്നു. കിണറിൻ്റെ അടുത്തായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഒരു പച്ച ലൈറ്റ് നിങ്ങളുടെ മുഖത്തും കൈകളിലും ഒക്കെ ആ ഒരു പച്ച ലൈറ്റ് അടിക്കുന്നു. അപ്പോൾ പച്ച ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഓൾറെഡി ഒരു പച്ച നിറത്തിലായിട്ട് നിൽക്കുകയാണ്. പിന്നെയും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന് പോകുമ്പോഴത്തേക്ക് ചുറ്റും കുറേ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് കാക്കയുടെ ഇതും മയിലിൻ്റെ കരച്ചിലും അതുപോലെ തന്നെ കുയിലിൻ്റെ ശബ്ദവും ഒക്കെ നിങ്ങളുടെ ചെവികളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്ന ആ കുയിലാണെങ്കിലും മയിലാണെങ്കിലും പലതിൻ്റെയും ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു വശത്ത് ഒരു മരത്തിൻ്റെ സൈഡിൽ ഒരു ചിറക് മാത്രം ഇങ്ങനെ തറകിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നു. അത് പൊന്മാൻ കളറിലുള്ള, അതായത് നീല നിറത്തിലുള്ള ഒരു ചിറക് ഇങ്ങനെ ഒരു തൂവൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ചിറകിൻ്റെ ഒരു പാർട്ട് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. നിങ്ങൾ വളരെ കൗതുകമായിട്ട് ആ ഒരു ചിറക് ഇങ്ങനെ കയ്യിലെടുത്ത ശേഷം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു പച്ച നിറം പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു പച്ച നിറം പെട്ടെന്ന് മഞ്ഞ നിറമായിട്ട് മാറുന്നു. ആ ഒരു പച്ച നിറം പെട്ടെന്ന് മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൈകളിലും ആ മുഖത്തുമൊക്കെ ആ ഒരു പ്രകാശം അടിക്കുന്നു. നിങ്ങൾ കൗതുകത്തോടെ അതും നോക്കുന്നു. അതിനുശേഷം നിങ്ങളത് താഴേക്ക് വെക്കുന്നു. താഴേക്ക് വെച്ച ശേഷം വീണ്ടും നിങ്ങൾ മുന്നേക്ക് നടക്കുകയാണ്. അപ്പോൾ മുന്നിലോട്ട് നിങ്ങൾ നടന്നു പോകുന്നതിന് അനുസരിച്ച് ബാക്കിലോട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുന്നു. വലിയൊരു നീണ്ട പാതയാണ്, ഞാൻ ഇത്രയും എങ്ങനെ കയറി എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ ഭയങ്കര കൂളായിട്ട് നടക്കുന്നു. ആദ്യം കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങളോ ആ ഒരു വേദനയോ ഇപ്പോൾ നിങ്ങളുടെ കാലുകൾക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര ഓടിയാണ് നടക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നൊരു വിചാരത്തോടെ വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് നിങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾ ആദ്യം കയറി ഇങ്ങ് വന്ന് നിങ്ങൾ ആ ചിറക് എടുത്തു കഴിഞ്ഞ് പിന്നെയും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം മഞ്ഞ നിറമാണ്, ചുറ്റും മഞ്ഞ പ്രകാശമാണ്. ആ ഒരു മഞ്ഞ പ്രകാശത്തിൽ നിന്ന് മഞ്ഞ പ്രകാശത്തെ നോക്കി നേരെ നിങ്ങൾ നടക്കുമ്പോൾ ദൂരെ ഒരു സൂര്യൻ്റെ വെട്ടമോ എന്തോ ഒരു വെട്ടം നിങ്ങളുടെ മുഖത്ത് വന്ന് അടിക്കുന്നുണ്ട്. അതിന് ലക്ഷ്യമാക്കി വീണ്ടും നിങ്ങൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്ന കാഴ്ച നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. ചുറ്റും കുറേ ആപ്പിൾ മരങ്ങളാണ് കാണുന്നത്. ചുറ്റും കുറേയധികം ആപ്പിൾ മരങ്ങൾ കാണുന്നു. ആ ആപ്പിൾ മരങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആപ്പിളിൻ്റെ ചില്ലകൾ നിങ്ങളെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആപ്പിൾ മരങ്ങളെ തഴുകി തലോടി നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഫ്രണ്ടിലോട്ട് പോയ ശേഷം നിങ്ങൾ ചുറ്റും നോക്കുന്നു. ഇനിയും എത്ര ദൂരമുണ്ട് എന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബാഗ് താഴെ വെക്കുന്നു. താഴെ വെച്ച ശേഷം ബാഗിലിരിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് നിങ്ങളൊന്ന് തുറന്നു നോക്കുന്നു. ആ ബുക്കിൻ്റെ പേപ്പറുകൾക്കെല്ലാം പച്ച നിറമായിരുന്നു. ആ ഒരു പച്ച നിറത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം 8 എന്നായിരുന്നു. ആ ഒരു കാര്യത്തിൽ 8 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് തിരിഞ്ഞു വരുമ്പോൾ ഒരു ഇൻഫിനിറ്റി പോലെയുള്ള ഒരു ചിഹ്നം നിങ്ങളിലേക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അത് കണ്ട ശേഷം ഇനിയും 2 പടവുകൾ ഉണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഫ്രണ്ടിലോട്ട് പോയ ശേഷം നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് അതിയായ വിശപ്പാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളൊരു മൂലയ്ക്ക് ഇരിക്കുന്നു. ബാഗ് താഴ്ത്തി വെച്ച് ഇരുന്ന ശേഷം ചുറ്റുമുള്ള ഒരു ആപ്പിൾ നിങ്ങൾ തിന്നുകയാണ്. ഒരു ആപ്പിൾ നിങ്ങൾ തിന്നു.
വരുന്നു. ചുറ്റും നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള വെട്ടമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനിയും കുറേ ദൂരം എനിക്ക് നടക്കണം, ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല, പിന്നെ എനിക്ക് ഫ്രണ്ടിലോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് ചൂടെടുക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഫുള്ള് നല്ല ചൂടാണ്, ഹീറ്റാണ്. ആ ഒരു ചൂട് നിങ്ങൾക്ക് നല്ല പോലെ അനുഭവപ്പെടുന്നു. നിങ്ങൾ ബാഗിനകത്തിരിക്കുന്ന ഒരു നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടാത്തൊരു ഡ്രസ്സ്, അതിൻ്റെ പുറത്തൊരു ജാക്കറ്റ് നിങ്ങൾ ഇടുന്നു. ജാക്കറ്റ് ഇട്ട ശേഷം നിങ്ങൾ ഒന്നുകൂടെ ആ ഒരു ചൂട് അനുഭവപ്പെടാത്ത ഒരു സ്ഥലത്ത് ഉള്ളൊരു ജാക്കറ്റാണ് നിങ്ങൾ ധരിക്കുന്നത്. ആ ഒരു ജാക്കറ്റ് നിങ്ങൾ ധരിച്ചുകൊണ്ട്, അതായത് സൂര്യപ്രകാശമോ സൂര്യൻ്റെ ആ ഒരു വെട്ടവും ഓവറായിട്ട് അടിക്കാത്ത വിധത്തിലുള്ള ജാക്കറ്റ് ധരിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ആ ഫ്രണ്ടിലേക്ക് നടന്ന ശേഷം കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഒരു ചിത്രശലഭത്തെയാണ് കാണുന്നത്. അതും ചെറിയ ചിത്രശലഭമൊന്നുമല്ല, നിങ്ങളെക്കാളും പൊക്കമുള്ള വലിയ ചിറകളുള്ള ഒരു ചിത്രശലഭത്തെയാണ് കാണുന്നത്. നിങ്ങൾ അതിനെ മാത്രം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു. പല നിറങ്ങളാണ് അതിനുള്ളത്. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, മഴവില്ലിൻ്റെ 7 നിറങ്ങളും അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കറുപ്പ് ഉൾപ്പെടെയുള്ള നിറങ്ങളും അതിലുണ്ട്. നിങ്ങൾ അതിനെ ശ്രദ്ധാപൂർവം ഒന്ന് നിരീക്ഷിക്കുന്നു. നിങ്ങൾക്കതിനെ തൊടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതെന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ പോയാലോ എന്നൊരു മനോഭാവം കൊണ്ട് നിങ്ങൾ വീണ്ടും അതിനെ തൊടാതെ ഒരു സൈഡിലൂടെ അതിനെ തട്ടാതെ നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ചുറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കല്ലും മുള്ളുമുള്ള പാത ആയിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ഞി പോലുള്ള കുറേ മെത്ത പോലെ അനുഭവപ്പെടുന്നു. അത് മേഘങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ മേഘങ്ങളിലൂടെ പതിയെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പതിയെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കുറേയധികം ഗോൾഡൻ കല്ലുകൾ നിങ്ങൾ കാണുന്നു. ആ ഒരു ഗോൾഡൻ കല്ലുകളെ നിങ്ങൾ പതിയെ ചവിട്ടി നിങ്ങളൊന്ന് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു മഞ്ഞ നിറം എന്ന് പറയുന്ന നിറം നിങ്ങളുടെ മുഖത്ത് നിന്ന് പതിയെ അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു മഞ്ഞ നിറം പോയി ഇപ്പോൾ മറ്റു വേറൊരു നിറം നിങ്ങളുടെ മുഖത്തേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ ചുമന്ന നിറമാണ് നിങ്ങളുടെ മുഖത്തേക്ക് വരുന്നത്. നല്ല ചുവപ്പ് നിറം നിങ്ങളുടെ മുഖത്തേക്ക് വരുന്നു. ചുറ്റും നോക്കുമ്പോൾ ആ മേഘങ്ങൾക്ക് പോലും ചുമന്ന നിറമാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് രസമുള്ള കാഴ്ചയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തെ ആ ചൂട് കുറയുന്നു. ചൂട് കുറഞ്ഞ് ചൂടിൻ്റെ തീവ്രത കുറയുന്നു. ഓരോ നിമിഷവും നിങ്ങൾ നടക്കും തോറും ചൂടിൻ്റെ തീവ്രത കുറഞ്ഞ് നേരിയ തോതിൽ നിങ്ങളുടെ ശരീരത്തേക്ക് ഒരു തണുപ്പ്, ഒരു നല്ല രീതിയിലെ തണുപ്പ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങുന്നു. ആ ഒരു തണുപ്പിൽ നിന്ന് വീണ്ടും തണുപ്പിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നു. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വീണ്ടും തണുപ്പ് അനുഭവപ്പെടുന്നു. ചുറ്റും നിങ്ങളെ കാലും കൈകളും ഒക്കെ ഒന്ന് വിറയ്ക്കുന്ന അനുഭവം വരുന്നു. അപ്പോൾ ചുറ്റും നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കുറേ ട്രീസ് ഉണ്ടാകുന്നു. ട്രീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതിൽ ഒരു ഇല നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെക്കാളും വലിയ നീളത്തിലൊരു ഇലയാണ് കാണുന്നത്. ആ ഒരു ഇലയിൽ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ ഇറ്റ് വീഴാനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പതിയെ കണ്ണ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു കാറ്റ് വീശിയപ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു മഞ്ഞുതുള്ളി നിങ്ങളുടെ കണ്ണിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ നല്ല തണുപ്പ് നിങ്ങളുടെ ബോഡിയിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു മഞ്ഞുതുള്ളിയുടെ തണുപ്പുമൊക്കെ മുഖത്ത് തട്ടി വീണ്ടും നിങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് നിങ്ങൾ മാറ്റിയിട്ട് പകരം തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ജാക്കറ്റ് ധരിച്ച് നിങ്ങൾ ഒന്നുകൂടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഫ്രണ്ടിലോട്ട് പോയ ശേഷം പിന്നെ നിങ്ങൾ കാണുന്നത് വലിയൊരു കുളമാണ്. അതായത് ആ ഒരു കുളത്തിലെ ജലത്തിൻ്റെ നിറം എന്ന് പറയുന്നത് നമ്മുടെ തെളിനീരാണ്. അതായത് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ തെളിനീരാണ് കാണുന്നത്. അതായത് ഭയങ്കര മനോഹരമായിട്ടൊരു കുളം. ആ ഒരു കുളത്തിന് ചുറ്റും കുറച്ച് താമരകളും കാര്യങ്ങളും പല നിറത്തിലുള്ള പൂക്കളുകളുണ്ട്. ഇപ്പോൾ പച്ച നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിലുള്ളതും ചുമന്ന നിറത്തിലുള്ളതും പല നിറത്തിലുള്ള പൂക്കളുടെ പല നിറങ്ങളുടെ സംയോജനമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു നിറങ്ങൾ കണ്ടുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ മുന്നോട്ട് യാത്ര തിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു ബാഗ് തുറന്നിട്ട് ആ ഒരു ബുക്ക് എടുക്കുന്നു. ബുക്കിൽ നിങ്ങൾ കാണുന്നു ഇൻഫിനിറ്റി എന്നാണ്. ആ ഒരു ഇൻഫിനിറ്റി 8 എന്ന് നിങ്ങൾ കാണുന്നു. ആ ഒരു 8നെ ആധാരമാക്കി നിങ്ങൾ മനസ്സിൽ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൽ നിങ്ങളുടെ പ്രതിബിംബമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പ്രതിബിംബത്തെ നോക്കി നിങ്ങളൊന്ന് പുഞ്ചിരിക്കുന്നു. ആ ഒരു പ്രതിബിംബത്തെ നോക്കി പുഞ്ചിരിച്ച ശേഷം നിങ്ങൾ നേരെ വീണ്ടും നടന്നു പോവുകയാണ്. നടന്ന് ഒരു 3 പടവ് കഴിയുന്നു. അതിനുശേഷം വീണ്ടും അവിടെ ഒരു 6 പടവ് കാണിക്കുന്നു. ആ 6 പടവും കഴിഞ്ഞ് പിന്നീട് യാത്ര തിരിക്കുമ്പോൾ ഒരു 9ാമത്തെ പടവ് എത്തുമ്പോൾ നിങ്ങൾ നിൽക്കുന്നു.
3 കാണുന്നു, 6 കാണുന്നു, 9 കാണുന്നു. 9ാമത്തെ പടവ് കാണുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ 9ാമത്തെ പടവിൽ നിന്ന ശേഷം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ അത്രയും പൊക്കമുള്ള ഒരു കണ്ണാടിയാണ് കാണുന്നത്. ആ ഒരു കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബം നിങ്ങൾ കാണുന്നു. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സൂര്യൻ്റെ പ്രകാശം കാണുന്നു. ഇപ്പോൾ മറ്റൊരു നിറങ്ങളും ആ ചുവപ്പ് നിറം പോയി ആ ഒരു സൂര്യൻ്റെ പ്രകാശമാണ് കാണുന്നത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുന്നു. അതോടൊപ്പം തന്നെ ബാക്ക് സൈഡിലെ സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു. അതിന് നിങ്ങൾ നേരെ നിൽക്കുന്നു. ആ ബാഗ് താഴ്ത്തി വെക്കുന്നു. ആ ബാഗിനകത്തിരിക്കുന്ന ബുക്ക് എടുക്കുന്നു, ഒരു പേനയും എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടി എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു മിററിലേക്ക് നോക്കി നിങ്ങൾ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യം എല്ലാം നേടിയിരിക്കുന്നു. ഞാൻ അറിയാതെ പല കൈവഴികളിലായി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം തന്നതിന് എനിക്ക് യൂണിവേഴ്സിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കണ്ണാടിയിലേക്കൊന്ന് സ്പർശിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ മുഖം തന്നെയാണ് ആ ഒരു കണ്ണാടിയിൽ കാണുന്നത് എങ്കിലും നിങ്ങൾ ആ കണ്ണാടിയിലേക്ക് പതിയെ ഒന്ന് സ്പർശിക്കുന്നു. ആ ഒരു കണ്ണാടിയിൽ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പർശനം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു. അതിനുശേഷം നിങ്ങളൊന്ന് പുഞ്ചിരിക്കുന്നു. പുഞ്ചിരിച്ച ശേഷം നേരെ ആ ബുക്കിൽ നിങ്ങൾ എഴുതിയിരിക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതിയ ശേഷം നിങ്ങൾ പതിയെ ബുക്ക് ക്ലോസ് ചെയ്യുന്നു. ബുക്ക് ക്ലോസ് ചെയ്ത ശേഷം നേരെ നിങ്ങൾ ബാഗിലേക്ക് വെക്കുന്നു. ബാഗിലേക്ക് വെച്ച ശേഷം നേരെ നിങ്ങളൊന്ന് കൈകെട്ടി നേരെ നിൽക്കുകയാണ്. നേരെ നിങ്ങൾ നിൽക്കുന്നു. പതിയെ ഇനി ഞാൻ 1, 2, 3, 4 ഇത് 10 എന്ന് പറയുമ്പോൾ നിങ്ങൾ പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. 1, 2, 3, 4, 5 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. 6, 7, 8, 9, 10 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഓപ്പൺ യുവർ ഐസസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം നിറങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻ്റെയും ബാക്കി നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞത്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നത് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം അതിന് ഞാൻ മറുപടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി ഏതൊക്കെ നിറങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിൽ വന്നത്, ഏതൊക്കെ നിറങ്ങൾ ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു, യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുഖത്തടിച്ച പോലെ ഫീൽ ചെയ്തു. ഇനി തണുപ്പാണോ ചൂടാണോ നിങ്ങളുടെ ദേഹത്ത് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തത്. ആ ഒരു കഥ പറഞ്ഞപ്പോൾ തണുപ്പാണോ ചൂടാണോ ഓരോ സ്റ്റോറിയിലും ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നി, നിങ്ങൾക്കിപ്പോൾ ഞാൻ അവിടെയാണ് അതിൽ സഞ്ചരിക്കുന്നു എന്ന് തോന്നി. കണ്ണാടിയാണെങ്കിൽ കണ്ണാടി, അതിൽ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ നേരെ നടക്കുന്നു, ബാഗ് തോളിലിടുന്നു, നടക്കുന്നു, കാല് വേദന അനുഭവപ്പെട്ടു, പിന്നെയും നടക്കുന്നു, അവിടെ ഒരു കിണർ കണ്ടു, കുളം കണ്ടു, അങ്ങനെ പല കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് ഫീലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചില കഥകൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഫീലായിട്ട് വരും. അങ്ങനത്തെ എന്തെങ്കിലും ഫീലായിട്ടുണ്ടെങ്കിൽ ബാഗ് തോളയിട്ടപ്പോൾ ആ തോളയിട്ട വെയിറ്റ് അനുഭവപ്പെട്ടു, കണ്ണാടി ടച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തു, ആ മഞ്ഞുതുള്ളി കണ്ണിൽ വീണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത കാര്യം അത് ഉടനടി തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും മറക്കരുത്. ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീമിൻ്റെ ഒരു പാതയിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ വന്നത് ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ വീണ്ടും നമ്പേഴ്സ് പറയുകയാണ്. 11 11 222 333 444 11 11 222 333 444. കഥ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ നമ്പേഴ്സും കഥ പറഞ്ഞ ശേഷം നിങ്ങളുടെ മനസ്സിൽ ഈ നമ്പേഴ്സിൽ ഏത് നമ്പേഴ്സാണ് വന്നത്, ആ നമ്പേഴ്സ് തന്നെയാണ് ഇപ്പോഴും വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിന് ആൻസർ പറയാം. 11 11 ആദ്യം ചിന്തിച്ചവരിലും ഇപ്പോൾ ചിന്തിച്ചവരിലും ഒന്ന് തന്നെയാണ്, ഒരു കാര്യം തന്നെയാണ്, ഇപ്പോഴും ആ നമ്പർ തന്നെയാണ് വന്നതെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സപ്പോർട്ട് കിട്ടാനുണ്ട്. അതായത് മറ്റുള്ളവരുടെ പിന്തുണയോ ആരെങ്കിലും സഹായമോ ഇനിയും നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം ആശ്രയിച്ച് നിൽക്കുന്നതോ ഇല്ലെങ്കിൽ ഇനിയും ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം, എനിക്കിനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് 11 11 ചിന്തിച്ചവരിൽ വരുന്നത്. ഇനി 222 ചിന്തിച്ചവരും പെട്ടെന്ന് മനസ്സിൽ വന്നത് അവർക്കുള്ള ഒരു കാര്യം പറയാണ്. യൂണിവേഴ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു പവർ
പവർ നിങ്ങളിലേക്കുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിൻ്റെ പവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗെയിൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിനെ ബിലീവ് ചെയ്ത് റിസീവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 11 പറഞ്ഞവർക്ക് പിന്തുണ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഉറപ്പായിട്ട് ഒരു പിന്തുണ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പിന്തുണ വൈകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ സൂക്ഷിച്ചും കണ്ടും അങ്ങനെ ഒരു സപ്പോർട്ടർ ആരാണോ ആ സപ്പോർട്ടറെ സൂക്ഷിച്ചും കണ്ടും മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒത്തിരി കഷ്ടതകളും കാര്യങ്ങളും അനുഭവിച്ചതാണ്, ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ ആരും ഇല്ലെങ്കിൽ തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്ന് സപ്പോർട്ടിന് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഹാർഡ് വർക്കോടെ കാണുക. നിങ്ങൾ ഈ 11 ചിന്തിച്ചവരുടെ ഒരു കാര്യം എടുത്തു പറയുകയാണ്, നിങ്ങൾ മടി കാണിക്കരുത്. ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ ഞാൻ ചെയ്യണോ എന്ന രീതിയിൽ മടി കാണിച്ച് നിൽക്കരുത്. ഇനി 222 ചിന്തിച്ചവരുടെ കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. നിങ്ങളവിടെ മടിയും കാര്യങ്ങളും ഇല്ലാതെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ സ്പോട്ടിൽ 48 മണിക്കൂറിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഏകദേശം 3 മണിക്കൂർ 4 മണിക്കൂറിനുള്ളിൽ ബലം ലഭിക്കുന്നവരാണ് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രം. ഇനി 333 ചിന്തിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. സ്പിരിച്വലി ആത്മീയ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയാറില്ലേ, നമ്മളിപ്പം മരിച്ചവരുമായിട്ട് ഭയങ്കര കണക്ഷൻ, എന്തൊക്കെ ഒരു സംതിങ് കണക്ഷൻ ഉണ്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ 333 വന്നതെങ്കിൽ നിങ്ങൾക്ക് പൂർവികരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഒരു തെറ്റ് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു അപകടം വരികയാണെങ്കിൽ അവർ നിങ്ങളെ ഒന്ന് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതായത് സ്പിരിച്വലി ആരൊക്കെയോ നിങ്ങളുടെ പൂർവികരോ ആരൊക്കെയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടായിരിക്കാം പല വീഴ്ചകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതും ഇനി നിങ്ങൾ വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതും പല തെറ്റായിട്ടുള്ള മാർഗ്ഗങ്ങളിലോട്ട് എത്തിപ്പെടുമ്പോഴും ആ ഒരു മാർഗ്ഗങ്ങളിൽ നിങ്ങൾ വഴിതിരിച്ച് വിടുന്നതും അങ്ങനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്തോ സംതിങ് നിങ്ങളിൽ ഒരു അനുഗ്രഹമുണ്ട്. സോ അതാണ് 333 സെലക്ട് ചെയ്തവരിൽ വരുന്നത്. ഇനി നമുക്ക് 444 സെലക്ട് ചെയ്തവരാണ്. 444 എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് പേരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളൊന്നും മാറ്റി തരാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുകയും അതുപോലെ തന്നെ അവർ വഴി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തോ സംതിങ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. ഈ 444 എന്ന് പറയുന്ന നമ്പർ സെലക്ട് ചെയ്തവർ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ മടി പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരും. സോ അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. സോ ഇനി 444 കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഞാനിപ്പോൾ പറയുന്ന 3 നമ്പേഴ്സ് അഡീഷണൽ ഈ കഥ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും കുറച്ച് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കാണും. ആ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റിൽ ഇടുക. ഇനി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് 777 555 888 ഓക്കെ 777 555 888 ഇതിൽ ഞാൻ 3 ഇത് പറയുകയാണ്. 777 555 888 ഈ 3 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ ഞാൻ 1 2 3 10 വരെ എണ്ണും. 10 വരെ എണ്ണുന്നതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. 777 555 888 777 555 888 10 വരെ എണ്ണും. 10 വരെ എണ്ണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ മൈൻഡിൽ ഏത് നമ്പറാണോ വരുന്നത് അത് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ നിങ്ങൾ മൈൻഡിൽ വെച്ച ശേഷം ഞാൻ പറയാം എന്താണ് ഫ്യൂച്ചറിൽ ഉള്ള കാര്യമൊന്ന്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 ഓക്കെ. നിങ്ങൾ സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന് എടുക്കുക. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അതായത് 777 അതായത് 777 എടുത്തവരെന്ന് പറയുന്നത് അവർക്ക് എന്തൊക്കെയോ സംതിങ് ഒരു ലക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്നു. സോ ആ ഒരു ലക്കിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലക്ക് ഉണ്ടാവും, എന്തോ ഒരു സംതിങ് ഭാഗ്യം നിങ്ങൾക്ക് വരുന്നു. അതുകൊണ്ടാണ് 707 പെട്ടെന്ന് സെലക്ട് ചെയ്തവർക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇനി 555 സെലക്ട് ചെയ്തവർക്ക് എന്ന് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വേറെ എന്തോ സംതിങ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു മാറ്റം, അതായത് ഇപ്പോഴത്തെ കാര്യമല്ല, എന്തോ ഒരു പുതിയ മാറ്റം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറേ കഷ്ടതകളോ കുറേ ദാരിദ്ര്യമോ എന്ത് സാമ്പത്തിക പ്രശ്നമോ കടമോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടവരായിരിക്കാം. അപ്പോൾ ആ ഒരു കടത്തിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റുന്നതിന് വേണ്ടി മറ്റെന്തോ സംതിങ് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നു. സോ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നു. അപ്പോൾ 555 എടുത്തവർക്കുള്ള കാര്യമാണിത് പറയുന്നത്. അവർക്ക് വേറെ മാറ്റങ്ങളല്ല പറയുന്നത്. ഞാൻ റിപ്പീറ്റ് പറയുകയാണ്. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ
പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരിക്കലും നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ടുള്ള എന്തോ സംതിങ് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ആദ്യം പറയുന്നത് വെച്ചാൽ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ലക്ക് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ലക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക. ഇനി 888 അല്ല 888 മനസ്സിൽ കൊണ്ടുവന്നവർക്കുള്ള പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായ തടസ്സങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് 888 സെലക്ട് ചെയ്തവർക്ക് മണി ഫ്ലോയും അതുപോലെ തന്നെ സമൃദ്ധിയും വരുന്ന ഒരു ഇതാണ്, ഒരു നമ്പറാണ് 888 എന്ന് പറഞ്ഞത്. നമ്മൾ പല രീതിയിലും ലയൺ ഗേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് 888 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 888 വലിയ ഒരു സ്പെഷ്യാലിറ്റിയാണുള്ളത്. ഇതിൽ എടുത്തതിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് എഫക്റ്റുള്ള ഒന്ന് തന്നെയാണ് 888 എന്ന് പറയുന്നത്. മണി ഫ്ലോയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതിനും സഡൻ ചേഞ്ചിനോടൊപ്പം തന്നെ ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ അറിയാതെ തന്നെ വരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നല്ല രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോറി കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ വന്നത് അത് പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റോറി കണ്ടിട്ട് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, ആ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നേടാൻ സാധിക്കുന്നത് എന്ന കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സ്റ്റോറി കണ്ടത് എന്താണ് ആ ആശയം വെച്ച് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്സ്റ്റ് ചെയ്യുന്നതും മണി ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കമ്മിങ് വീഡിയോസിലൊക്കെ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉടനെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സുകളായിരിക്കും മിക്കതും. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇൻട്രസ്റ്റഡ് ഒന്ന് ഇടുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.